നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഋഷിയുടെയും ഗോപികയുടെയും ജാതകങ്ങൾ തമ്മിൽ ചേർത്താൽ, ഇവർ തമ്മിലുള്ള വിവാഹം നടന്നാൽ ഗോപികയ്ക്ക് വൈദവ്യ ദോഷം ഉണ്ടാവും. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഋഷി ഗോപികയെ വിവാഹം കഴിച്ചാൽ ഋഷിക്ക് അകാല മൃത്യു സംഭവിക്കും. ഞാൻ ഋഷിയെ പ്രേമിക്കുന്ന കാര്യം ചേച്ചിയോട് എങ്ങനെ പറയും? പറഞ്ഞ ചേച്ചി അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യും? എന്തായാലും രണ്ടും കൽപ്പിച്ച് ചേച്ചിയോട് പറയാം. ഇതിന് ചേച്ചിയോട് പറയാതെ മനസ്സിൽ വെച്ചിരുന്ന ഒരു പക്ഷേ അത് അബദ്ധമാകും. എന്നായാലും ചേച്ചി ഇതറിയേണ്ടത് തന്നെയാണല്ലോ. പറയാം. ചേച്ചി ചേച്ചി എന്താടി? അത് പിന്നെ എന്താടി നിന്ന് പരുങ്ങുന്ന്? എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നോടൊരു കാര്യം പറയാൻ നിനക്കെന്താ മുഖവുര? പറയേ. അത് പറയടാ. എന്താ? എനിക്ക് വരൂ. ഇവരൊക്കെ എന്താ ഇവിടെ? എന്താ ഇവിടെ സംഭവിക്കുന്നത്? എല്ലാരും എന്തെങ്കിലും നിൽക്കുന്നേ? വരൂ, ഇരിക്കൂ. ചേച്ചി, ഇവിടെ ഒരു അബദ്ധം സംഭവിച്ചേക്കാം. എന്താ അബദ്ധം? വളച്ചു കെട്ടാതെ പറയാം. നിങ്ങളെല്ലാവരും കരുതിയത് ഞാൻ സ്നേഹിക്കുന്നത് അഞ്ജിതയാണെന്ന്. എന്റെ വീട്ടുകാരും അങ്ങനെ തന്നെയാണ് കരുതിയത്. എവിടെയോ കമ്മ്യൂണിക്കേഷനിൽ ഒരു തകരാറ് വന്നിട്ടുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്നത് അഞ്ജിതയല്ല, ഈ നിൽക്കുന്ന ഗോപികയാണ്. ഗോപിക, നീ കരയാതിരിക്കെ. എല്ലാം രഹസ്യമാക്കി വെച്ചിട്ട് ഇപ്പൊ ഇരുന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ മോളെ? നിനക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തുകൊണ്ട് എന്നോട് പറയാതിരുന്നത്? എന്നോടെങ്കിലും നിനക്കത് പറഞ്ഞുകൂടായിരുന്നോ? അത് പിന്നെ ചേച്ചി വിവാഹം കഴിക്കാത്ത നിൽക്കുമ്പോ സത്യം പറഞ്ഞ ചേച്ചിയുടെ കല്യാണം കഴിയാതെ എന്റെ കല്യാണം നടത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാ ചേച്ചി ചോദിച്ചപ്പോ ഒന്നും പറയാതെ ഞാൻ മറച്ചു വെച്ചത്. എനിക്കത് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴായിട്ട് നിന്നോട് ഇതിനെ കുറിച്ച് ചോദിച്ചത്. അല്ല, ഇതൊക്കെ എപ്പോഴായിരുന്നു തുടങ്ങിയത്? അത് അന്ന് നാട്ടില് വെച്ച് തന്നെ ഋഷി എന്നെ പ്രപ്പോസ് ചെയ്തതാ. Will you marry me? എന്നിട്ട് എനിക്കും ഋഷിയോട് താല്പര്യമായിരുന്നു. അതുകൊണ്ട് ഋഷി സാറ് പ്രപ്പോസ് ചെയ്തപ്പോ തന്നെ ഞാനും സമ്മതിച്ചു. മോളെ, നീ കാണിച്ചത് ബുദ്ധിമോശായിപ്പോയിന്ന് ഞാൻ പറയൂ. നിങ്ങൾ തമ്മിൽ ഈ അഫയർ തുടങ്ങിയപ്പോ തന്നെ എന്നോട് പറയണമായിരുന്നു. അപ്പൊ നീ അത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ കുഴഞ്ഞു മറിയുമായിരുന്നോ? ഇതിപ്പോ നിന്നെ പോലെ തന്നെ അഞ്ജിതയ്ക്കും ഋഷിയെ ഇഷ്ടമല്ലേ? അവൾക്ക് ഇഷ്ടമുണ്ടെന്ന് കരുതിയിട്ട് ഋഷിക്ക് അവളോടായി ഇഷ്ടമില്ലല്ലോ. എന്നാലും കാര്യങ്ങൾ കൈവിട്ട് പോയില്ലേ ഗോപു? എന്താ ചെയ്യാ ചേച്ചി? ഇതിപ്പോ അഞ്ജിതയെ ഋഷിയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചതിന് ശേഷം മാറ്റണമെന്ന് നമ്മൾ പറഞ്ഞ അവര് വെറുതെ ഇരിക്കോ? എനിക്കൊന്നും അറിഞ്ഞൂടാ ചേച്ചി. മുത്തശ്ശ, കതിരിൽ കൊണ്ടുപോയി വളം വെച്ചിട്ട് കാര്യമില്ലല്ലോ കുട്ടി. മുത്തശ്ശ, ഇതെങ്ങനെ പരിഹരിക്കും? എന്ത് തീരുമാനം എടുക്കാന്നാ പറയുന്നത്? മുത്തശ്ശനൊരു തീരുമാനം പറയേ. തീരുമാനം
ആദ്യം ജാതകപ്പൊരുത്തം നോക്കട്ടെ, എന്നിട്ട് തീരുമാനം എടുക്കാം. എന്തിനാ ജാതക പൊരുത്തം? ജാതക പൊരുത്തം നോക്കിയിട്ടാണോ ഞാൻ ഋഷി ഇഷ്ടപ്പെട്ടത്? ജാതക പൊരുത്തത്തിനേക്കാൾ വലുതാണ് മുത്തശ്ശ മനപ്പൊരുത്തം. ആ മനപ്പൊരുത്തം ഞാനും ഋഷിയും തമ്മിൽ ധാരാളം ഉണ്ട്. മുത്തശ്ശനത് തിരിച്ചറിയണം. എന്നിട്ട് ഞങ്ങളുടെ വിവാഹം നടത്തി തന്നേ പറ്റൂ. ഗോപിയെ ഉച്ച വെക്കരുത്, ശബ്ദം താഴ്ത്ത്. പിന്നെ ഞാൻ എന്ത് വേണം? എനിക്ക് ഋഷിയുമായുള്ള വിവാഹം നടത്തി തന്നേ പറ്റൂ. ഡി മുത്തശ്ശനോടാണോ ഒച്ച എടുക്കുന്നേ? ഗോപു അകത്ത് കയറിപ്പോ. ചെന്നേ പോ. മുത്തശ്ശ, ഏതായാലും ട്വിസ്റ്റ് അടിപൊളിയായി. പ്ലാൻ ചെയ്തതുപോലെ തന്നെ ജാതകത്തിലേക്കും വിഷയെത്തി. ഇനി ഗോപിക രംഗത്ത് നിന്ന് ഔട്ടാ മോളെ. ഇനി നിന്റെയും ഋഷിയുടെയും കല്യാണം ഉറപ്പായിട്ടും നടക്കും. എന്റെ ചക്കര മുത്ത് ഹാപ്പി ആയിട്ടിരിക്കും. ഇപ്പഴാ എനിക്കൊരു സന്തോഷവും സമാധാനവും കിട്ടിയത്. പിന്നെ അല്ല. അഞ്ജിതയുടെയും ഋഷിയുടെയും ജാതകങ്ങൾ തമ്മിലുള്ള പൊരുത്തം പരിശോധിച്ചോ? 10ൽ 5 പൊരുത്തമാ കാണുന്നത്. ഏതായാലും ഇതിനേക്കാൾ പൊരുത്തം എനിക്കും ഗോപികയ്ക്കും ഉണ്ടാവും. ഈശ്വര, അഞ്ജതയേക്കാൾ കൂടുതൽ പൊരുത്തം എനിക്കും ഋഷി സാറിനും തമ്മിൽ ഉണ്ടാവണേ. ഋഷിയും ഗോപികയും തമ്മിലുള്ള പൊരുത്തം എങ്ങനെയുണ്ട് തിരുമേനി? ഗോപികയുടേത് നല്ല ജാതകമാണ്. അപ്പോ ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടത്താല്ലേ? ഗോപികയുടേത് നല്ല ജാതകമാണെങ്കിലും ഋഷിയുടെയും ഗോപികയുടെയും ജാതകങ്ങൾ തമ്മിൽ ചേരില്ല. അതെന്താ ജോത്സരെ അങ്ങനെ പറയുന്നത്? ചേരില്ല എന്ന് പറയുമ്പോ ഋഷിയുടെയും ഗോപികയുടെയും ജാതകങ്ങൾ തമ്മിൽ ചേർത്താൽ, ഇവർ തമ്മിലുള്ള വിവാഹം നടന്നാൽ ഗോപികയ്ക്ക് വൈദവ്യ ദോഷം ഉണ്ടാവും. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഋഷി ഗോപികയെ വിവാഹം കഴിച്ചാൽ ഋഷിക്ക് അകാല മൃത്യു സംഭവിക്കും. ഞങ്ങളുടെ ജാതകം നന്നായിട്ട് പരിശോധിച്ചോ? നന്നായി പരിശോധിച്ചിട്ട് തന്നെയാണല്ലോ ഞാൻ ഫലം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വാസ്തവമാണ്. ജാതകത്തിൽ അതാണ് കാണുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.